ഷെറിൻ മാത്യൂസ് വധക്കേസിൽ യുഎസിൽ അറസ്റ്റിലായിരുന്ന മലയാളി യുവതി സിനി മാത്യൂസ് കുറ്റക്കാരിയല്ലെന്ന് വിധിച്ച് കോടതി. ഷെറിന്റെ മരണത്തിൽ സിനിക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് കോടതി നടപടി. കോടതി വിധിക്ക് പിന്നാലെ തടവിലായിരുന്ന സിനിയെ മോചിപ്പിച്ചെങ്കിലും ഭർത്താവ് വെസ്ലി മാത്യൂസ് വിചാരണ നേരിടണം. ഇരുവരും സ്വന്തം കുഞ്ഞിനൊപ്പം പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ വളർത്തുമകളായ ഷെറിനെ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ ഉപേക്ഷിച്ചു എന്നതാണ് സിനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസ്. സിനി ഇവർക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ പോയി എന്ന് പോലീസിന് തെളിയിക്കാൻ സാധിക്കാതിരുന്നതാണ് ഇവരുടെ മോചനത്തിലേക്ക് വഴി തുറന്നിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പോയതിന്റെ ബില്ലുകളോ മൊഴികളോ അന്വേഷണത്തിൽ കണ്ടെത്താനായില്ല. കുറ്റവിമുക്തയായി പുറത്തു വന്ന സിനി മകളെ കാണുന്നതിനുള്ള അവകാശവും പാസ്പോർട്ടും വീണ്ടെടുക്കണമെന്നും ആവശ്യപ്പെട്ടതായി സിനിയുടെ അറ്റോർണി ഹീത്ത് ഹാരിസ് പറഞ്ഞു. ദൈവാനുഗ്രഹമാണ്, വിട്ടയച്ചതിൽ നന്ദിയുണ്ട്, എല്ലാവരോടും നന്ദിയെന്നും സിനി പറഞ്ഞു. മകളുമായി സന്തോഷത്തോടെ ജീവിക്കാനാണ് ആഗ്രഹമെന്നും സിനി പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഭർത്താവിനെ കുറിച്ച് പ്രതികരിക്കാൻ സിനി തയ്യാറായില്ല. അറസ്റ്റിലായതിനു പിന്നാലെ ഇരുവരുടെയും കുട്ടിയിലുള്ള അവകാശം എടുത്തു കളഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സിനിക്ക് സ്വന്തം കുഞ്ഞിനെ കാണാൻ ഉടൻ സാധിക്കില്ല. ഇവരുടെ കുഞ്ഞ് ബന്ധുവിനൊപ്പമാണ് കഴിയുന്നത്. 2017 ഒക്ടോബർ 7 ഡാലസിലെ വീട്ടിൽ നിന്നും 3 വയസ്സുകാരി ഷെറിൻ മാത്യൂസിനെ കാണാതാകുന്നത്. ഒക്ടോബർ 22 വീടിന് 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഷെറിന്റെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. 2016 ഒഡീഷയിലെ ഒരു ഓർഫനേജിൽ നിന്നായിരുന്നു ഷെറിനെ ദമ്പതികൾ ദത്തെടുത്തത്. കുട്ടിയെ അപായപ്പെടുത്തിയെന്ന കേസിലാണ് ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടി മരിച്ചതിന്റെ തലേ ദിവസം വൈകിട്ട് ഷെറിനെ വീട്ടിലാക്കി 4 വയസ്സുള്ള സ്വന്തം കുട്ടിയുമായി ദമ്പതികൾ റെസ്റ്റോറന്റിൽ പോയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മരണത്തിന് മുൻപ് ഷെറിന് ശാരീരിക ഉപദ്രവം ഏൽക്കേണ്ടി വന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം ഷെറിന്റെ മരണത്തിലെ ദുരൂഹതകൾ ഇനിയും നീങ്ങിയിട്ടില്ല. ഒക്ടോബർ 7 രാവിലെ വെസ്ലി സ്വന്തം വാഹനത്തിൽ ഷെറിന്റെ മൃതദേഹം പൊതിഞ്ഞെടുത്ത് കലുങ്കിനടിയിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. ഒക്ടോബർ 7 രാവിലെ ഷെറിന്റെ മുറിയിൽ ഷെറിൻ ഇല്ലാതെ പരിഭ്രാന്തനായിരിക്കുന്ന വെസ്ലിയെ സിനി കണ്ടതായും രാവിലെ 5 മണിയോടെയാണ് ഷെറിനെ കാണാതായതായി ശ്രദ്ധയിൽപ്പെട്ടതെന്നുമായിരുന്നു ഇവരുടെ മൊഴി. എന്നാൽ 8 മണിയോടെയാണ് കുഞ്ഞിന് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചതെന്ന സാക്ഷിമൊഴി ഇരുവരെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഷെറിനും ദമ്പതികളുടെ കുഞ്ഞിനും 2 തരം പരിഗണനയാണ് വീട്ടിൽ ലഭിച്ചിരുന്നതെന്നും കോടതിയിൽ വാദമുയർന്നിരുന്നു. ദമ്പതികളുടെ കുഞ്ഞിനൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ വീട്ടിൽ കണ്ടെത്തിയിരുന്നുവെങ്കിലും ഷെറിനൊപ്പമുള്ള ഒറ്റ ചിത്രം പോലും ഉണ്ടായിരുന്നില്ല. ഷെറിന്റെ കൈകാലുകളിലെ അസ്ഥികൾ പലതവണ ഒടിഞ്ഞിരുന്നതായും മുറിവുകൾ കരിഞ്ഞതിന്റെ പാടുകൾ ഉണ്ടായിരുന്നതായും മൃതദേഹം പരിശോധിച്ച ഡോക്ടർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സൂസൻ ദക്കിലാണ് കോടതിയിൽ മൊഴി നൽകിയത്. അതേസമയം കുഞ്ഞ് ഉപദ്രവിക്കപ്പെടുന്നതായി ഷെറിനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസിൽ അറിയിച്ചിരുന്നു. നിർബന്ധിച്ച് പാൽ കുടിച്ചപ്പോൾ ശ്വാസം മുട്ടി കുട്ടി മരിച്ചെന്നാണ് വെസ്ലിയുടെ മൊഴി. പാൽ കുടിപ്പിക്കുന്നതിനിടെ ചുമയും ശ്വാസതടസ്സവും ഉണ്ടായി. തുടർന്ന് അബോധാവസ്ഥയിലായ കുട്ടിയെ മരിച്ചെന്ന് കരുതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു. തുടർന്നായിരുന്നു ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. വെസ്ലിയുടെ വിചാരണ അടുത്ത മാസം മുതൽ ആരംഭിക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.